നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്. ദുർഘടമായ റോഡുകൾ പലപ്പോഴും മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. പുതിയ ആളുകളെ കണ്ടെത്തുമ്പോൾ എല്ലാവരും മാറുന്നു. ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും കഴിയുന്ന ഭാഷയാണ് ദയ. എന്തെങ്കിലും മൂല്യമുള്ളത് എങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. സന്തോഷത്തിലേക്കുള്ള 5 പടികൾ: 1. കൂടുതൽ പുഞ്ചിരിക്കുക. 2. കുറച്ച് ചിന്തിക്കുക. 3. ഈ നിമിഷത്തിൽ ജീവിക്കുക. 4. കൂടുതൽ കൊടുക്കുക. 5. കുറവ് പ്രതീക്ഷിക്കുക. നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒരു നിയമത്തെ നിങ്ങൾ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് കള്ളം പറയരുത്. നിങ്ങളെ എപ്പോഴും സ്തുതിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക. കാരണം അത്തരം വ്യക്തി വളരെ അപകടകാരിയാണ്. നിങ്ങൾ ഭൂതകാലത്തിലെ തടവുകാരനാകുന്നത് നിർത്തുക. നിങ്ങളുടെ ഭാവിയുടെ ശില്പിയാവുക. സന്തോഷമെന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല. വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി അത് പരിഹരിക്കുക എന്നതാണ്. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഉത്കണ്ഠപ്പെടാൻ നിങ്ങളുടെ ഊർജം ഉപയോഗിക്കരുത്. വിശ്വസിക്കാൻ നിങ്ങളുടെ ഊർജം ഉപയോഗിക്കുക. ഭൂതകാലത്തെ മറക്കുക. ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഒരു ബുദ്ധിമാനായ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയോട് അവൻ്റെ യഥാർത്ഥ വികാരങ്ങളും അക്കൗണ്ടിലെ ബാലൻസും പറയില്ല. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആൾ എന്നതല്ല, മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സംസാരിക്കുന്നുവെങ്കിലും അത് ഏറ്റവും ആനന്ദകരമാക്കുന്ന വ്യക്തിയാണ്. മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നതല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് അവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് റോസാപ്പൂക്കളുടെ ഒരു മുഴുവൻ തോട്ടം നൽകിയാലും അതിലെ മുള്ളുകൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കൂ. എന്നാൽ മറ്റു ചിലർക്ക് കളകൾ മാത്രമുള്ള ഒരു വയൽ നൽകിയാൽ അതിലെ കാട്ടുപൂക്കൾ കണ്ട് അവർ ആനന്ദിക്കും. കാഴ്ചപ്പാടാണ് കൃതജ്ഞതയുടെ സുപ്രധാന ഘടകം. കൃതജ്ഞതയാണ് സന്തോഷത്തിലേക്കുള്ള സുപ്രധാന മാർഗം. നമുക്ക് നമ്മളിൽ തന്നെ താല്പര്യമില്ല എങ്കിൽ ജീവിതം തന്നെ വളരെ താല്പര്യമില്ലാത്തതായി തീരും. അത് നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയില്ല. വെളുത്ത നിറം, ശുദ്ധി, നിഷ്കളങ്കത, പുതിയ തുടക്കം എന്നിവയുടെ ആശയം നൽകുന്നു. നിങ്ങൾ വിരസമായ ഒരു വ്യക്തിയുടെ മടുപ്പിക്കുന്ന സംഭാഷണങ്ങൾ കേട്ടാൽ അതിനെ ചിന്തിച്ച് രസകരമാക്കാൻ ശ്രമം നടത്തുന്നു. എത്ര കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്വപ്നം കാണാറില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കെന്തോ വ്യക്തിത്വ വൈകല്യമുണ്ടെന്നാണ്. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എങ്ങനെ അതിനെ തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു. നമ്മൾ ആരോഗ്യം കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരേ സമയം 2 പേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തമാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. അനുഭവങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന ആളുകൾ വസ്തുക്കൾക്ക് പണം ചെലവഴിക്കുന്നവരേക്കാൾ കൂടുതൽ സന്തുഷ്ടരായി കാണപ്പെടുന്നു. യുവത്വത്തിൻ്റെ വീക്ഷണകോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ്. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ്. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതെയിരിക്കും.
നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദ രോഗസാധ്യത കുറയ്ക്കുന്നു. വിജയം തോൽവിയെ ഭയപ്പെടാത്തവർക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ മുട്ടുമടക്കുകയാണോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാനും കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തുതന്നെയാണെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങുക. നമ്മുടെ പരിശ്രമമാണ് വിജയത്തിലെത്തിക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല. പരിശ്രമിക്കുക, വിജയം കരസ്ഥമാക്കുക. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കാം, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കാം, ചിലർക്ക് നല്ല ജോലിയായിരിക്കാം. മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ അളവുകൾ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. സ്വന്തം ജീവിത വിജയം സ്വയം കണ്ടെത്തുക. ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഘട്ടത്തിലൂടെ ആകാം നിങ്ങൾ കടന്നു പോകുന്നത്. ഇതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് ശരീരവും മനസ്സും ചുട്ടുപൊള്ളുന്ന വേദന സമ്മാനിക്കുന്ന പ്രയത്നമാണ്. പക്ഷേ ആ വേദന സഹിച്ച് നിങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിറങ്ങളും പൂക്കളും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ലോകമാണ്. തലയുയർത്തി നോക്കുക, എങ്കിലേ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാനുള്ള ആകാശം കാണാനാകൂ. എന്നാൽ ഇടയ്ക്ക് തല താഴ്ത്തി നോക്കുക, നിങ്ങളുടെ വേരുകൾ പറക്കാതിരിക്കാൻ. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കേ വിജയം കൈവരൂ. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ഈ പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം ആരംഭിക്കുകയായി. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട്.